ഇതും കൃത്യമായിട്ട് ഈശോയിലൂടെ മനുഷ്യവംശത്തിന് മുഴുവൻ വരാനിരിക്കുന്ന ആ വലിയ രക്ഷ, അതിനുവേണ്ടി നിലവിളിക്കുന്ന യേശുവും, നിലവിളിക്കുന്ന ദാവീദ്, നിലവിളിക്കുന്ന ഇസ്രായേൽ ജനം. ഇന്ന് ഈ സങ്കീർത്തനങ്ങളുടെ വേറൊരു രസം, ദാവീദിന് ഇതെല്ലാം ഒരു അനുഭവമാക്കി കൊടുത്തു എന്നുള്ളതാണ്. ദാവീദിൻ്റെ സ്വന്തം മകൻ തന്നെ തിരസ്കരിച്ചുകൊണ്ട് തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന അവസരത്തിൽ ദാവീദ് അങ്ങനെ ഒരു യുദ്ധം സംഭവിക്കാതിരിക്കാൻ, പരാജയം അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ കീഴടങ്ങിക്കൊണ്ട് നഗ്നവാദനായി ചാക്കുമുടുത്ത് ചാരം പൂശി ആ ജെറുസലേം ദേവാലയത്തിൻ്റെ, അതായത് മോറിയ പർവ്വതയുടെ മുകളിലാണ് ജെറുസലേം ദേവാലയം പണിതത്. അതിൻ്റെ താഴ്വാരത്തിലാണ് ഗദ്രിയോൻ വാലി. അത് കഴിഞ്ഞിങ്ങനെ മുക്കുന്നതാണ് ഒലിവുമല. ആ ഒലിവുമലയിലാണ് യേശു നിലവിളിച്ച് പ്രാർത്ഥിച്ചത്. അതേ താഴ്വരയിലൂടെ, ആ ഗദ്രിയോൻ വാലിയിലൂടെ, ആ ഒലിവുമലയിലൂടെയാണ് ദാവീദ് കരഞ്ഞുകൊണ്ട് പോകുന്നത്. ആ കരച്ചിലെല്ലാം പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ, പുതിയ രാജ്യത്തിൻ്റെ, ഈശോയിലൂടെ വരാനിരിക്കുന്ന പീഠാനുഭവത്തിൻ്റെ, രക്ഷയുടെ വലിയ പ്രവചനം പോലെയുള്ള ഒരു കരച്ചിലും, ആ കരച്ചിലൂടെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന രക്ഷ നമുക്കപ്രാപ്യമാണ്. എനിക്കപ്രാപ്യമായ എന്നെ കയറ്റി നിർത്തണമേ. മനുഷ്യശക്തിക്ക് ഇത് അപ്രാപ്യമാണ്. കൽപ്പന പാലിക്കുന്നതിലൂടെ മാത്രം രക്ഷ കിട്ടില്ല. രക്ഷ കിട്ടുന്നത് രക്ഷകനിലൂടെയാണ്. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം, ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ
ദാവീദ് ഇതുപോലെ വേദനയോടെ പോകുമ്പോഴും കർത്താവ് തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ വലിയ സുരക്ഷിതത്വത്തെ മനസ്സിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. രാജാവിന് ദീർഘായുസ് നൽകണമേ, അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. എങ്ങനെയാണ് സംഭവിക്കുക? കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ മാത്രം ആശ്രയിക്കുക, ഏതൊരവസ്ഥയിലും കർത്താവിൽ ആശ്രയിക്കുക. ദൈവസന്നിധിയിൽ ഞാൻ എന്നേക്കും സിംഹാസനായിരിക്കട്ടെ. അത് വരാനിരിക്കുന്ന രാജാവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ അസ്തമിക്കാത്ത അവസ്ഥ, അനന്തമായ അവസ്ഥ, അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറ്റും. അനുദിനം സഹിക്കുക, അനുദിനം ഈശോയിൽ ആശ്രയിക്കുക, അനുദിനം ഈശോയിൽ മാത്രം ശരണപ്പെടുക. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ഇത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക്. പക്ഷെ അതിനുവേണ്ടി കർത്താവീശോ തന്നെ നിലവിളിച്ച് ഹൃദയം പൊട്ടിക്കരഞ്ഞു. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ എന്നെ കയറ്റി നിർത്തണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ സംഭവങ്ങളുണ്ടാകും. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർ നമ്മെ തിരസ്കരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദാവീദ് തൻ്റെ സ്വന്തം മകനാൽ തിരസ്കരിക്കപ്പെട്ടു. അത് യേശു തൻ്റെ സ്വന്തം അപ്പസ്തോലന്മാരാൽ തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രീലൂഡ്, ഒരു ഒരു ആൻറ്റിസിപ്പേഷനായിരുന്നു, അതിൻ്റെ ഒരു മുൻ അനുഭവമായിരുന്നുവെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് അതിൻ്റെ ഒരു പിൻ അനുഭവമാണ്. യേശുവിൻ്റെ ശിഷ്യനാവുകയും മറ്റൊരു യേശു ആവുകയും ചെയ്തതുകൊണ്ട് യേശു അനുഭവിച്ച അതേ വേദനകൾ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥമായ ആ പാറയിൽ കയറി നിൽക്കാൻ പറ്റുള്ളൂ. അതും ജ്ഞാനം തന്നെയാണ്, അതറിയുന്നതാണ് ജ്ഞാനം. അപ്പോൾ ഈശോ സങ്കീർത്തനങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ചു, ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ. സങ്കീർത്തനം 69 സങ്കീർത്തനം 69 കണ്ടോ, ദീനരോധനമാണ്. നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു,
20-ാമത്തെ വചനം, സങ്കീർത്തനം 69:20. ഞാൻ നൈരാശ്യത്തിലാണ്ടു, സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരും ഉണ്ടായിരുന്നില്ല. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. ആരെക്കുറിച്ചാണ് ഇത്? അതാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതിന് 1000-ലധികം വർഷം മുമ്പ് ഈശോയിലൂടെ വരാനിരിക്കുന്ന ഈ പീഠാനുഭവത്തെപ്പറ്റി സങ്കീർത്തകനിലൂടെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചിരിക്കുന്നതാണ്. ഈ സങ്കീർത്തനങ്ങൾ ഈശോ ബാല്യകാലം മുതൽ പാടുമ്പോൾ ഈ അനുഭവിച്ചാണിത് പാടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈശോ ഗെത്സമനിയിൽ ചെറുപ്പകാലത്തും പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. ഈശോ ജെറുസലേമിൽ പോകുമ്പോഴെല്ലാം, നസ്രത്തിൽ നിന്ന് ജെറുസലേമിൽ പോകുമ്പോൾ അധികം സമയം ഈശോ ലാസർ മർത്ത മറിയത്തിൻ്റെ ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവർ കൂട്ടുകാരാണ്. ലാസറിൻ്റെ അപ്പൻ ശിമയോനും അവരെല്ലാം ജോസഫും മറിയത്തിൻ്റെയും സുഹൃത്തുക്കളായിരുന്നത് കൊണ്ട് ജെറുസലേമിൽ പോകുമ്പോൾ, ജെറുസലേമിൽ നിന്ന് 2-3 കിലോമീറ്റർ ദൂരമുള്ളൂ ബഥാനിയ, അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അവരിടയ്ക്ക് രാത്രി കാലങ്ങളിൽ ഈശോ ഒലിവുമലയിൽ വന്ന് അന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായിരുന്നു ഈശോ പ്രാർത്ഥിക്കുക? ഈശോ എപ്പോഴും ഈ സങ്കീർത്തനങ്ങൾ തന്നെ എന്നും പാടുമായിരുന്നു. അപ്പോൾ ഈ ഭാഗം പാടുമ്പോൾ എന്തായിരുന്നിരിക്കാം യേശുവിൻ്റെ ഹൃദയത്തിൽ കാണുക? നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ നൈരാശ്യത്തിലാണ്ടു, സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരുമുണ്ടായില്ല. അപ്പോൾ ഈ സംഭവം ഇന്ന സമയത്ത് സംഭവിക്കും എന്ന് ഈശോയ്ക്ക് അന്നേ അറിയാം. ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് യേശുവിനെക്കുറിച്ചാണെന്ന് ഈശോ അറിഞ്ഞുകൊണ്ടാണ് പാടുന്നത്. ഇസ്രായേൽ ജനം ഇത് പാടുമ്പോൾ അവരിൽ അറിവുള്ളവരുണ്ടാവുമായിരിക്കാം. ശിമയോൻ ശിശുവിനെ കണ്ടിട്ട് ഉടനെ പറഞ്ഞത്, ഓ എൻ്റെ കണ്ണുകൾ അവിടുത്തെ രക്ഷ കണ്ടു, ഇനി എനിക്ക് സമാധാനമായി പോകാം. അപ്പോൾ രക്ഷകനെ കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് കൃത്യസമയത്ത് അദ്ദേഹത്തെ നയിച്ചു, ശിശുവിനെ കയ്യിലെടുത്തു. വന്ന് ജീവിച്ചിരുന്ന അങ്ങനെയുള്ള ചിലർക്കെങ്കിലും ഉണ്ടാകുമായിരുന്നിരിക്കാം. പക്ഷെ പൊതുവായിട്ട് ആർക്കും ഇതറിയില്ല. ഇത് ഞങ്ങളുടെ പിതാവായ ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. സോറി, ഞങ്ങളുടെ പിതാവായ ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിച്ച ആ രോദനത്തോടൊപ്പം എന്താണപ്പോൾ? ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കും. അപ്പോൾ ഈ ദാവീദിൻ്റെ രോദനവും ഈ അനുഭവം, സഹതപിക്കാൻ ആരുമില്ലാതെ സ്വന്തം മകൻ തന്നെ ആക്രമിക്കാൻ ഓടുന്നതും, ആ ദാവീദ് ചാക്കൊടുത്ത് ചാരം പൂശി ജെറുസലേം വിട്ടു പോകുന്നതും ഇതുമായിട്ട് ബന്ധമുണ്ട്.
ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ക്രിസ്തുവായ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, ഈ സങ്കീർത്തനം എന്നിൽ പൂർത്തിയായല്ലോ എന്ന് ഉള്ളിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഈശോയെ, ഇതാ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അതാണ് സങ്കീർത്തനം 55 ഉള്ളത്. 55 സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ട അവസ്ഥ. ഈശോ തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ച് 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരിക്കുകയാണ്. 12-ാമത്തെ വചനത്തിൽ സങ്കീർത്തനം 55 എടുക്കാം. സങ്കീർത്തനം 55 12-ാമത്തെ വചനത്തിൽ പറയുന്നത് കേൾക്കാം. ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത്. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും കുറ്റസ്നേഹിതനുമായിരുന്ന നീ തന്നെയാണതു ചെയ്തത്. നമ്മളുള്ളു തുറന്നു സംസാരിക്കുമായിരുന്നു. നമ്മളൊന്നിച്ചു ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. അപ്പോൾ ഈശോയുടെ ഇതെല്ലാം ഈശോയ്ക്ക് യാദൃച്ഛികമായി ഉണ്ടായതല്ല എന്ന് മനസ്സിലായില്ലേ? ഈ യുദാസിൻ്റെ വഞ്ചനയും പത്രോസിൻ്റെ തിരസ്കരണവും ഒന്നും യാദൃച്ഛികമായി ഉണ്ടായതല്ല. അത് നടക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളതും യേശു മിക്കവാറും എല്ലാ ദിവസവും പാടി പ്രാർത്ഥിച്ച് അത് ലോകം മുഴുവനും വേണ്ടി ഞാൻ സഹിക്കണം. ഇത് പറയുമ്പോൾ ഈ വഞ്ചന എന്നതിൻ്റെ വളരെ പ്രാധാന്യമുണ്ട് ബൈബിളിൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ. വഞ്ചന എവിടെ നിന്നാണ് ആദ്യം വഞ്ചന ഉണ്ടായത്? ഏദെൻ തോട്ടത്തിൽ. ഏദെൻ തോട്ടത്തിൽ ആരാരെ വഞ്ചിച്ചു? പിശാച് ഹവ്വായെ വഞ്ചിച്ചു. അതെങ്ങനെ പിശാച് വഞ്ചന ഉണ്ടായത്? പിശാച് എന്തുകൊണ്ട് വഞ്ചിച്ചു? ഏത് പിശാചാ വഞ്ചിച്ചത്? അപ്പോൾ യഥാർത്ഥമായി ഈ വഞ്ചന ഉണ്ടായത് എവിടെന്നാ? മാലാഖമാർ ദൈവത്തെ വഞ്ചിച്ചു. അപ്പോൾ അവരാരായി മാറി? പിശാചായി മാറി. ദൈവം അവർക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുത്തു. ഉദാഹരണത്തിന് ഞാനൊരു പ്രൊപ്പറേറ്റർഷിപ്പ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിചാരിച്ചു. എനിക്കൊരു മാസത്തേക്ക് ഒരു ഫോറിനിൽ പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ചെക്ക് ബുക്കൊക്കെ സൈൻ ചെയ്ത് എൻ്റെ ഓഫീസ് മാനേജറെ വെച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇന്ന ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട് ഈ സമയത്തിന്, ഇന്ന വാടക കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം, അതനുസരിച്ച് നീ ഈ ഓരോ ചെക്കും ഫില്ലപ്പ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തിയേക്കണം. എന്തുകൊണ്ടാണ്? അവരത്രയ്ക്ക് എനിക്ക് വിശ്വാസമാണ്. അവൻ നോക്കിയപ്പോൾ നല്ല തക്കം, ഈ പൈസ മുഴുവനും അവൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതി മാറ്റാം. എഴുതിയാൽ മാറൂലേ? മാറും. അപ്പോൾ എന്ത് സംഭവിച്ചു? അവനെന്ത് ചെയ്തു?
അവനെന്ത് ചെയ്തു? ഞാനുമായിട്ട് വിശ്വാസവഞ്ചന. അപ്പം മാലാഖമാരുടെ പതനത്തിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസവഞ്ചനയുടെ ഒരവസ്ഥയുണ്ടായിരുന്നു. ആ വിശ്വാസവഞ്ചനയാണ് മാലാഖമാർ പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവൻ്റെ സ്വഭാവം. മാലാഖമാരല്ല, വഞ്ചിക്കപ്പെട്ട അഥവാ പിശാച്. ഞാനെന്താ പറഞ്ഞത്? മാലാഖമാരുടെ പതനത്തിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസവഞ്ചന ഉണ്ടായിരുന്നു. അതായത് അങ്ങനെയാണ് ആ മാലാഖ പിശാചായിട്ട് മാറിയത്. ഒരു ചോദ്യം അവിടെയുണ്ട്, അത് വേണമെങ്കിൽ ഇപ്പം ചോദിക്കാം. ഇപ്പം ഞാൻ നേരത്തെ ഒരു വചനം പറഞ്ഞില്ലേ, നിങ്ങളുടെ വിജ്ഞാനം, നിങ്ങളുടെ വിശ്വാസം മാനുഷിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവരുത്, മറിച്ച് ദൈവ ശക്തിയായിരിക്കും. അപ്പം ഇതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ അധികവും പിശാചിന് എന്തോ വലിയ ശക്തിയുണ്ട്, ബന്ധിച്ച് പ്രാർത്ഥിക്കണം. വെറുതെ മര്യാദയ്ക്ക് സംരക്ഷണ പ്രാർത്ഥനയൊക്കെ നടത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ വിശ്വസിക്കുന്നതല്ലേ? ആണോ അല്ലയോ? അപ്പോൾ അത് എന്ത് വിശ്വാസമാണ്? മാനുഷിക ജ്ഞാനമാണ്. ദൈവിക ശക്തിയിലല്ല നമ്മളപ്പോൾ ആശ്രയിക്കണേ. ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ അതാണ് ഒരു ചോദ്യം. ഞാൻ ആ ഒരു ചെറുക്കനോട് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, പരീക്ഷ എക്സാമിനേഷൻ ഇൻ്റർവ്യൂ നടത്തി, അത് കേസ് കംപ്ലീറ്റ് ആയില്ല എന്ന് തോന്നുന്നു ഇന്നലെ, അല്ലേ? സാവധാനം നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഇങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഇന്നലെ എന്നോട് നമ്മുടെ മ്യൂസീഷ്യൻ മാത്യു പറഞ്ഞു അത് കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞത് ഇതാണ്, നീ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ച് സമയം ഈ ധ്യാനങ്ങളൊക്കെ കൂടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിനക്ക് കർത്താവ് എല്ലാം ക്രമീകരിച്ച് തരും. ഇപ്പോൾ അവൻ്റെ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയി, പിന്നെ അവൻ അതെല്ലാം കേൾക്കാൻ തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവനെ വിളിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം കാര്യം നടന്നു കാണും. സാധാരണ നമ്മൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ പറയുന്നു, ചോദിക്കും. കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളുടെ ഒരു സാധാരണ. അപ്പം ആരും പിന്നെ വിളിക്കാണ്ടാവുമ്പോൾ നമ്മൾ വിചാരിച്ചോളണം കാര്യം നടന്നു. വിളിക്കുകയാണെങ്കിൽ വിചാരിച്ചോളണം കാര്യം ഇപ്പോഴും നടന്നിട്ടില്ല. ഇതാണ് ഞാൻ സാധാരണ ചിന്തിക്കാറ്. ഏകദേശം കാരണം കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാര്യത്തിൻ്റെ തിരക്കിലായി. പിന്നെ ഈ പ്രാർത്ഥിച്ച ആളുകളോട് നന്ദി പറയാനും നമുക്ക് പ്രത്യേക സമയമൊന്നും ഉണ്ടാവില്ല. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ അവനോട് ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു? പിശാചും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അഥവാ പിശാചിൻ്റെ ശക്തിയും ദൈവശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും തുല്യമാണ്. കണ്ടോ, പെട്ടെന്ന് ഉത്തരം കിട്ടി. അതെങ്ങനെയാണ് രണ്ടും തുല്യമാണ്? അതിനെ ഒന്ന് ചിന്തിച്ചു നോക്കി. എന്ത് അടിസ്ഥാനത്തിലാണ് അത് രണ്ടും തുല്യം എന്ന് പറയുന്നത്? ഇത് നമ്മൾ ഒരു വിശകലനമാണ്. മാലാഖമാര് സാത്താന്മാർ, ദൈവവും പിശാചും തമ്മിലുള്ള, അതല്ല ഞാൻ ചോദിച്ചത്. ദൈവവും പിശാചും തമ്മിലുള്ള വ്യത്യാസം, ദൈവാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെയല്ലേ ഞാൻ ചോദിച്ചത്? അപ്പോൾ എങ്ങനെ രണ്ടും തുല്യമാവണേ? അപ്പോൾ ഇതൊരു ക്ലിയർ എക്സാമ്പിളാണ്. ഇതിപ്പോൾ അമ്മച്ചി ഇത് പറയണത് വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടേക്കണുണ്ടല്ലേ? അല്ലാണ്ട് നമ്മളെവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചേക്കണേ? ഇല്ല, നമ്മളിതൊക്കെ പഠിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞ് കേൾക്കണമുണ്ടോ? ചിലർ പറയും ഇത് തന്നെ, ചിലർ പറയണത് രണ്ടും ആത്മാവാണ്. ദൈവാത്മാവ്, ദുരാത്മാവ്, രണ്ടും ആത്മാവാണ്. അതുകൊണ്ട് രണ്ടും ഏതാണ്ട് തുല്യശക്തിയാണ്. വേറെ ചില ആൾക്കാർ പറയും ഈ പിശാച് ഭയങ്കര സാധനവും, കർത്താവ് ഈശോ മിശിഹായെ വരെ വെറുതെ വിട്ടോ,
ഈശോമിശിഹായെ പരീക്ഷിക്കാൻ ചെന്നേക്കുമ്പോൾ പിന്നെ നമ്മളെ വെറുതെ വിടുമോ? അപ്പോൾ ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, മാനുഷിക വിജ്ഞാനമാണ്. ഇനി ദൈവിക ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എന്താ? പിശാച് ആരായിരുന്നു? മാലാഖമാരായിരുന്നു. മാലാഖമാരെന്നുള്ള നിലയിൽ പിശാചിൻ്റെ സ്റ്റാറ്റസ് എന്താ? മാലാഖമാരാരായിരുന്നു? ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. മാലാഖമാരാരായിരുന്നു? ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമായിരുന്നു അവർ. ആ മാലാഖമാർ ദൈവത്തിൻ്റെ, ഇത് കണ്ടോ കാറ്റഗിസത്തിൽ 395, ഇതൊന്ന് കുറിച്ചിട്ടോ. തോമസ് പോൾ പറഞ്ഞെന്നും പറയണ്ട, കാറ്റഗിസത്തിൽ പറയുന്നതാണത്. എന്താ? പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. കണ്ടോ, ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ സെറ്റിംഗ് മാറ്റണം. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സെറ്റിംഗ് ആണ്. ദൈവാത്മാവും അശുദ്ധാത്മാവും രണ്ടും ആത്മാവാണ്, അതുകൊണ്ട് തുല്യ ശക്തിയാണെങ്കിൽ കംപ്ലീറ്റ് ഗ്യാസ് പോയി. നമ്മുടെ വിശ്വാസം കംപ്ലീറ്റ് പൊള്ളയായി മാറുന്നു. മറിച്ച് പിശാചിൻ്റെ ശക്തി അനന്തമല്ല, ദൈവത്തിൻ്റെ ശക്തിയോ അനന്തം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ്, സർവാധിപനാണ്, സർവശക്തനാണ്. എന്നാൽ പിശാചിൻ്റെ ശക്തിയോ അനന്തമല്ല. എന്തുകൊണ്ട്? പിശാച് ഒരു സൃഷ്ടിയാണ്. സൃഷ്ടി എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ അറിവില്ലാതെ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? എന്നാൽ പിശാച് പലതും ചെയ്യാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അനുവദിക്കുന്നു? പിശാച് അങ്ങനെ ചെയ്താലും ദൈവത്തിന് അനന്തമായ ശക്തി ഉള്ളത് കൊണ്ട് ഈ പിശാച് ചെയ്യുന്നതിന് ദൈവം അനുവദിക്കുന്നത് ദൈവത്തിന് അതിൻ്റെ മേൽ വലിയ നന്മ ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. പിശാചിൻ്റെ പ്രവൃത്തിയുടെ മേൽ ദൈവത്തിന് നന്മ ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഒന്ന്, അപ്പോൾ പിന്നെ ഈ യേശുവിനെ പിശാച് പരീക്ഷിച്ച എന്തിനുണ്ടാകും? അപ്പം എന്താണ് ഈ പരീക്ഷ? നമ്മളൊരു പ്രാവശ്യം മനസ്സിലാക്കി, പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ്, പാസ്സാകുന്നതിനാണ് പരീക്ഷ. അപ്പം എന്താണ് ആ മരുഭൂമിയിലെ പരീക്ഷയിൽ? മരുഭൂമി എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ താവളമാണ്. ആ പിശാചിൻ്റെ കൂടാണ് അവിടെ യേശു പരീക്ഷിക്കപ്പെട്ടതിൻ്റെ രഹസ്യം എന്താ? വെയിറ്റ്. ചോദ്യം: പിശാച് യേശുവിൻ്റെ അടുത്ത് വന്നോ? യേശു പിശാചിൻ്റെ അടുത്ത് ചെന്നോ? പിശാച് യേശുവിൻ്റെ അടുത്ത് വന്നു, ഇല്ലേ? അങ്ങനെയല്ല. നോക്കി, മത്തായി 4:1 വായിച്ചു നോക്കി. മത്തായി 4-ാം അധ്യായത്തിൽ 1-ാം വചനം പറയുന്നത് എന്താ? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് യേശുവിനെ പിശാചിൻ്റെ അടുത്തേക്ക് വിട്ടത്. എന്ത് പറ്റി? പരിശുദ്ധാത്മാവും യേശുവും തമ്മിൽ വല്ല പിണക്കമായോ? യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് അയച്ചു. എന്തിന്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എന്തർത്ഥത്തിലാണത് മനസ്സിലാക്കേണ്ടത്? ശ്രദ്ധിക്കണം. എല്ലാവരും വായിച്ചോ? അപ്പോൾ യേശുവാണ് മരുഭൂമിയിൽ പിശാചിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്തിനാ യേശു ചെല്ലുന്നത്? യേശു എന്തിനാണ് വന്നത്? യേശു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് എന്തിനാ ആരംഭിച്ചത്? പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുന്നതിനാണ് മനുഷ്യപുത്രൻ വന്നത്.
യേശു വന്നിരിക്കുന്നത് പിശാചിൻ്റെ സകല പ്രവർത്തനത്തെയും നശിപ്പിക്കുന്നതിനാണ്. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ പിക്നിക്കിനൊന്നും പോകാണ്ട് വന്ന ഉടനെ തന്നെ ആദ്യം പരിശുദ്ധാത്മാവ് പറയണത്, വേഗം നീ ആരംഭിച്ചോ, അടിക്കവനോ. അത്ര ദേഷ്യമൊന്നും എടുക്കണ്ട കേട്ടോ, നമ്മളുടെ സ്വഭാവം കൊണ്ട് അങ്ങനെ ആയിപ്പോണത്. ഉടനെ പിശാചിൻ്റെ ആ താവളത്തേക്ക് എന്ത് വന്നു, വാ ദാ ഞാൻ വന്നിരിക്കുന്നു, നിന്റെ സകല പ്രവർത്തനത്തെയും തകർക്കാൻ നശിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, വാ നമുക്കൊരു കൈ നോക്കാം. ഏതുപോലെ ഭാരതത്തിന് ആറ്റം ബോംബ് കണ്ടുപിടിച്ചു. ഈ ആറ്റം ബോംബ് ഞങ്ങളുടെ അടുത്ത് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതവിടെ ഗോഡൗണിൽ വെച്ചുകൊണ്ടിരുന്നാൽ കാര്യം നടക്കും. ലോകരാഷ്ട്രങ്ങൾ അറിയണം ഭാരതം ആറ്റമിക് ആയെന്ന്. അറിയണത് എങ്ങനെയാണ്? ഈ ആറ്റം ബോംബിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഭാരത സർക്കാർ എല്ലായിടത്തും പരസ്യം കൊടുത്തു, ഇതാ നാളെ ഇത്ര മണിക്ക് ഭാരതം ആറ്റമിക് ആകാൻ പോവുകയാണ്, ഭാരതത്തിൻ്റെ ശക്തി ലോകം അറിയും. ഇനി ഭാരതത്തിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ശത്രു രാജ്യങ്ങൾ മനസ്സിലാക്കണം, ഇനി അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റണം. എങ്ങനെയാണെങ്കിൽ പറ്റും, ഈ ആറ്റം ബോംബിനേക്കാൾ വലിയ ഒരു ബോംബ് അവരുണ്ടാക്കിയാലേ പറ്റുള്ളൂ. അയൽ രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങളെല്ലാം ഇത് കേട്ടിട്ട് അതൊക്കെ വെറുതെ പറയണതാണ്. പിന്നെ ഈ ഭാരതം, ഇവരുടെ അടുത്ത് എന്ത് പൊട്ടാസ്, വല്ല പൊട്ടാസായിരിക്കും, ബോംബൊന്നും ആവില്ല. അവർ തമ്മിലിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ടി വിയിൽ കാണാൻ സാധിക്കും. ശരിയാണല്ലോ, അയ്യോ രാജസ്ഥാൻ മരുഭൂമി കത്തിച്ചൊലിക്കണു, വേണ്ടത് ഇത്ര അടി ഉയരത്തിൽ തീ പോയി. ശത്രു രാജ്യങ്ങളെല്ലാം ടി വി ഓഫ് ചെയ്യ തല കുനിച്ച് പോയി. എന്തുകൊണ്ട്? ഭാരതം ആറ്റമിക്കായി. അതിനാണ് ആറ്റം ബോംബ് പരീക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെയാണ് കർത്താവ് ഈശോ മിശിഹ ഒരു പുതിയ ബോംബുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണത്? ദൈവരാജ്യം. ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, വരുവിൻ. ഈ ദൈവരാജ്യത്തിൻ്റെ ശക്തി എന്തിനുള്ളതാണ്? പിശാചിൻ്റെ രാജ്യത്തെ തകർക്കുന്നതിനും പിശാചിൻ്റെ രാജ്യത്തെ അവസാനിപ്പിക്കുന്നതിനും പിശാചിൻ്റെ കയ്യിൽ നിന്നും മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ പടക്കോപ്പാണത്. അതാണ് ആദ്യം അവിടെ പൊട്ടിച്ച് കാണിച്ചത്. വാ, ഒന്നാമത്തെ ബോംബ് പൊട്ടിച്ചു. അപ്പോൾ പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷിക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? ഒരു കല്ലിനോട് പറഞ്ഞാൽ കല്ല് അപ്പമായി മാറൂലേ? ഉടനെ ദൈവരാജ്യം പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രം അല്ല, ദൈവവചനം കൊണ്ടാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിശാച് പോയി. അങ്ങനെ 3 പ്രാവശ്യം പിശാചിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ 11ാമത്തെ വചനം പറയുകയാണ്, അപ്പോൾ പിശാച് അവനെ വിട്ട് പോയി. അവിടെ ആര് ജയിച്ചു? ദൈവരാജ്യം ജയിച്ചു. അപ്പോൾ ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് പിശാചിനെ പരാജയപ്പെടുത്തുന്നതെന്ന് ഈശോ പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് പരാജയപ്പെടുത്തുന്നത്? നമ്മൾ വലിയ ഒച്ചയമ്പോളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വചനം 3 പ്രാവശ്യവും യേശു തൻ വചനം പറഞ്ഞപ്പോൾ പിശാച് പോയി. യേശുവിൻ്റെ സാന്നിധ്യം മതി പിശാച് പോകാൻ. ഓക്കെ, നമ്മളപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത്? സങ്കീർത്തനം 55 നമുക്ക് ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ആ 55 നമ്മൾ കേട്ടു, നമ്മൾ വളരെയധികം വേദന അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഈ ഈശോയുടെ വേദനയോട് ചേർക്കുക. ഇന്നത്തെ കുർബാന ഉയർപ്പിൻ്റെ ദിവസമാണെങ്കിലും ഈ ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ
ദുഃഖവെള്ളിയാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകണം. തിരസ്കരണത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും ദുഃഖദുരിതങ്ങളുടെയും എല്ലാ അനുഭവങ്ങളെ യേശുവിൻ്റെ വേദനയോടൊപ്പം ചേർക്കുക. പിശാചിനെ പേടിക്കണ്ട. പിശാച് ഒരു സൃഷ്ടി മാത്രമാണെന്നും ദൈവം സർവാധിപനായി നമ്മളിൽ വാഴുമ്പോൾ പിശാചിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.